പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുക, കർത്താവിന്റെ വചനത്തെ ധ്യാനിപ്പാൻ ഒരിക്കൽ കൂടെ കർത്താവ് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തെ ഓരോ നാളും റിഫ്രഷ് ചെയ്യുന്നത്, ഉന്മേഷവാന്മാരാക്കുന്നു, ഉണർത്തുന്നതാക്കുന്നു. നമ്മൾ തളർന്നു പോയിടത്ത്, നിരാശപ്പെട്ടിടത്ത്, മടുത്തു പോയിടത്ത് വീണ്ടും നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ഉയർത്തി നിർത്തുന്നത് ദൈവവചനം. ദൈവവചനത്തെ നമ്മൾ കർത്താവിന്റെ വചനത്തെ കർത്താവിന്റെ വചനമായിട്ട് കാണും. ഇത് നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ ഒന്ന് തെസ്സലോനിക്ക ലേഖനം, അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അതിന്റെ രണ്ടാമത്തെ അധ്യായം 13-ാം വാക്യം: ഞങ്ങൾ പ്രസംഗിച്ച ആ ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. The word of God which we spoke. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ വചനം, which we preached. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. നിങ്ങൾ കേട്ടിട്ട് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ അത് സ്വീകരിച്ചു. സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് തുടർന്ന് പറയുന്ന ഒരു കാര്യം എന്നാൽ, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഈ സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയുന്നു. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കമ്പനിയുടെ MD അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോകാൻ പറഞ്ഞു, ഇന്ന വ്യക്തിക്ക് ഇത്രയും രൂപ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് രണ്ടു വിധത്തിൽ, അനുസരിക്കുന്ന വ്യക്തിയും ചെയ്യുന്ന വ്യക്തിക്കും രണ്ടുപേർക്കും രണ്ട് എഫക്റ്റ്. അതായത് വന്ന് പറഞ്ഞ വ്യക്തി എന്തായിട്ടാണ് വന്ന് പറഞ്ഞത്? MD ആയിട്ടല്ല വന്ന് പറഞ്ഞത്, MDയുടെ ദൂതുവാഹകനായിട്ടാണ് വന്ന് പറയുന്നത്. അപ്പൊ വന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കൊടുക്കുക എന്ന് പറഞ്ഞത് അനുസരിക്കേണ്ട വ്യക്തി. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാളുടെ കമ്പനിയുടെ അക്കൗണ്ടന്റിനോടാണ് വന്ന് പറയുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ അക്കൗണ്ടന്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ വ്യക്തി വന്ന് പറഞ്ഞതിനെ MD പറഞ്ഞതിനെ ഈക്വലായിട്ട് കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കണം. രണ്ട്, ആർക്കാണോ അധിക ശമ്പളം നൽകാനായിട്ട് MD പറഞ്ഞത് ആ വ്യക്തിയോട് ഈ മെസ്സഞ്ചർ ചെന്ന് പറയാതിരിക്കട്ടെ, നിനക്ക് അടുത്ത മാസം മുതൽ നിന്റെ ശമ്പളം ഇരട്ടിയാക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ അത് ഇവൻ ആരാ, ഈ ഇദ്ദേഹം ഇവിടുത്തെ കമ്പനിയുടെ ഒരു ചെറിയ ജോലിക്കാരൻ, ഇവൻ എനിക്ക് ഇത്രയും വലിയ ശമ്പളം തരാൻ പറ്റുമോ എന്ന് ചിന്തിക്കാതെ, ഈ പറഞ്ഞ വ്യക്തിയെ കാണാതെ അവനെ അയച്ചവനെ മുമ്പിൽ കാണുമ്പോൾ അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്നോട് പറഞ്ഞ വ്യക്തി ഈ വ്യക്തിയാണെങ്കിലും ആ വ്യക്തി അയച്ചവൻ അത് നിർവഹിക്കാൻ ശക്തനാണെന്നുള്ള ബോധ്യമകത്ത് വരുമ്പോൾ എക്സൈറ്റ്മെന്റ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുമ്പോൾ അതിനനുസരിക്കാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് എന്താണെന്നറിയുമോ? നമ്മളോട് പറയുന്ന വ്യക്തിയിലേക്കുള്ള നോട്ടമല്ല, ആ പറഞ്ഞ വ്യക്തിയുടെ പുറകിൽ വെളിപ്പെടുന്ന ദൈവശക്തി, ആ വ്യക്തിയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ വ്യക്തി ആ നിയോഗം ഏൽപ്പിച്ച പരിശുദ്ധാത്മാവ്, അവിടെയാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് അനുസരിക്കാനുള്ളൊരു ഒരു സന്തോഷം ഉണ്ടാകുന്നത്. രണ്ടാമത്, അത് കേൾക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഈ വ്യക്തി ആരാ? ഈ വ്യക്തി എന്നെ പോലെ തന്നെ ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ലേ? ഈ വ്യക്തിക്ക് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? എന്നെ സൗഖ്യമാക്കാൻ ഈ വ്യക്തിക്ക് പറ്റുമോ? എന്റെ ആവശ്യങ്ങളെ നടത്താൻ ഈ വ്യക്തിക്ക് പറ്റുമോ? എന്നെ ഉയർത്താനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുമോ? ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ ഈ വ്യക്തിക്ക് അതെങ്ങനെയാ സാധിക്കുക എന്ന് ഞാൻ ചിന്തിക്കുമ്പോ ദാറ്റ് ഈസ് റോങ്. പക്ഷെ ഞാൻ മനസ്സിലാക്കണം, ആ വ്യക്തിയിലൂടെ ദൈവാത്മാവിനോട് ഇടപെടുകയാണ്. ആ ബോധ്യം, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ വരുമ്പോഴുണ്ടല്ലോ
വചനം, ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്ന് വിശ്വസിച്ച്, എന്നോടുള്ള ദൈവത്തിന് തൂതായത് എന്നിൽ ഇത് സംഭവിച്ചിരിക്കും. എൻ്റെ അവസ്ഥയെ മാറ്റാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. എൻ്റെ നിലയെ മാറ്റാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. എൻ്റെ മാനസികാവസ്ഥയെ മാറ്റാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ, എൻ്റെ ശാരീരിക അവസ്ഥ, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, എൻ്റെ സ്റ്റാറ്റസ് സമൂഹത്തില്, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ദേശങ്ങളുടെ മേൽ പോലും അധികാരത്തോടെ നിൽക്കുവാൻ, ദേശങ്ങളിൽ പോലും ആമേൻ ഒരു വലിയ സാക്ഷിയായിട്ട് എന്നെ മാറ്റാനായിട്ട് എൻ്റെ കർത്താവിന് കഴിയും. എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിത്വത്തിന്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജീവിത നിലവാരം, എൻ്റെ ചുറ്റുപാടുകൾക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ എന്നെ പരിമിതികൾക്ക് അതീതമായി നടത്തുന്നൊരു ദൈവം എനിക്കായിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന വചനം സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ, ആമേൻ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. പ്രൈസ് ഗാഡ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. നമുക്ക്, ഹല്ലേലൂയ, ആമേൻ, നമുക്കറിയാം, യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുമ്പോൾ, യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയിൽ കൂടെ യാക്കോബ് കടന്നു പോവുക. കാരണം അതിന് വിഷയം എന്താണെന്ന് വെച്ചാലും, യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അവന്റെ സഹോദരങ്ങളെ വാഴും. ആ സഹോദരങ്ങൾ വാഴുമെന്ന ആ ഒരു നിയോഗം യാക്കോബിന്റെ മേൽ ഉള്ളപ്പോൾ തന്നെ അവന് 2 മക്കളാണ് ഇസഹാക്കിന് ജനിച്ചത്. ഒന്ന് ഏശാവ്, 2 യാക്കോബ്. അപ്പോൾ ഏശാവിനെ വാഴുമെന്ന് ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ ദൂത് കേട്ട വ്യക്തിയാണ് അവന്റെ മാതാപിതാക്കൾ, യാക്കോബിന്റെ മാതാപിതാക്കൾ. പക്ഷെ യാക്കോബിന് പേരിട്ടപ്പോ അവരിട്ട പേര് ഉബായി എന്നർത്ഥം വരുന്ന യാക്കോബ് എന്ന പേരിട്ട്. അപ്പൊ അവിടെ തന്നെ അവന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നു. അവസ്ഥയിലൊരു മാറ്റം വന്നപ്പോൾ നിശ്ചയമായിട്ടും അവന്റെ അവസ്ഥയ്ക്ക് അത് അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യതകളുണ്ട്. ഉപായിയായിട്ട് മാറാം. പക്ഷെ പിന്നത്തതിൽ അവനെ കുറിച്ച് കാണുന്നത് അവന് സാധുശീലനായിരുന്നു, കൂടാരവാസിയാണ്. ഏശാവ് അങ്ങനല്ല, സാമർഥ്യമുള്ളവൻ. അപ്പൊ ഇവിടെ വാഴാനായിട്ട് വേണ്ടത് എന്താ? സാമർഥ്യമല്ല. ഈ സാധുശീലനായിരുന്ന ഒരാൾക്ക് എങ്ങനെയാ കാര്യങ്ങൾ വാഴാൻ സാധിക്കുക? വാഴണമെങ്കിൽ അതിൻ്റെതായ ഒരു കഴിവൊക്കെ വേണ്ടേ, പ്രാഗൽഭ്യമൊക്കെ വേണ്ടേ? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തില് അതിന്റെ 27-ാം വാക്യം: കുട്ടികൾ വളർന്ന് ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും, യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ യാക്കോബിനെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ചൊന്ന് ശ്രദ്ധിച്ചാലും ഈ വാഴാനായിട്ടുള്ള പ്രത്യേക കഴിവുകളും പാഠവും ഒന്നും യാക്കോബിനില്ല. പക്ഷെ ഏശാവിന് കുറച്ചൊക്കെ പറയാൻ പറ്റും. കാരണം അവന് ഒരു കാര്യത്തിലും സാമർഥ്യമുള്ളവനാണ്. വനസഞ്ചാരിയും വേട്ടക്കാരനും. എവിടെ ചെന്നാൽ ഏത് തരത്തിലുള്ള മൃഗത്തെ വേഗം എങ്ങനെ പിടിക്കാൻ പറ്റും, അങ്ങനെ സാമർഥ്യത്തോടെ അവൻ ചെയ്യുന്ന ജോലിയിൽ അവന് സാമർഥ്യമുള്ളതാണ്. പക്ഷെ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം സാധുശീലനാണ്, കൂടാരവാസി. ഒന്നാമത് അവന്റെ പേരുകൊണ്ട് തന്നെ അവനുള്ള ദൈവിക നിയോഗത്തുള്ള വഴി പോയി. സാധ്യതയൊന്നുമില്ല, ഇനി അത് നടക്കുമോ? അവന്റെ പേര് തന്നെ യാക്കോബ് എന്ന്, ഉബായി എന്ന് പേരിടുന്ന ഇവനെ പിടിച്ച് ആരെങ്കിലും അധികാരിയാക്കൂ? കാരണം ചിന്തിച്ചു നോക്കി, ഇവൻ ഉബായി എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഇടപെടുന്ന വളരെ സൂക്ഷിച്ച് ഇടപെടുന്നു. അപ്പൊ ഇവന്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് ജീവിതത്തിൽ വളർന്നു വന്നപ്പോഴും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കുട്ടികൾ വളർന്നു. അവൾ വളർന്നപ്പോൾ ഈ ഏശാവിന്റെ ഉള്ളിൽ ജ്യേഷ്ഠനാണെന്നുള്ള ബോധ്യത്തിൽ അവന് വളരെ സാമർഥ്യമുള്ളവനായിട്ട് വളർന്നു. അതുകൊണ്ട് തന്നെ ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിനെക്കാളും താല്പര്യം കൂടുതൽ ഏശാവിനോടായിരുന്നു. കാരണം സാമർഥ്യമുള്ളവൻ. ഈ യാക്കോബ് അമ്മയുടെ കൂടെ നടക്കുന്നവനും കൂടാരവാസിയാണ്, സാധുശീലൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോ നമുക്കറിയാം അവിടെ വളർന്നു വന്ന് സാമർഥ്യമുള്ളവനായിട്ട് വളർന്നു വരും. അങ്ങനെ സാമർഥ്യമുള്ളവനായിട്ട് വളർന്നു വരുന്ന ആ കാലത്ത് അവന് എന്താ സംഭവിച്ചത്? ഏശാവ് വേട്ടയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പം വളരെ വിശന്ന് വരുന്ന സമയത്ത് യാക്കോബ് പായസം ഉണ്ടാക്കി വെച്ചിരിക്കും, ചുവന്ന പായസം. അപ്പൊ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: 32, 33, 34 വാക്യങ്ങൾ. അവിടെ അതിനെ ഏശാവ്: ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എന്തിനാ? അപ്പൊ യാക്കോബ് പറഞ്ഞൊരു കാര്യമാണ്: ഞാൻ നിനക്ക് ഈ പായസം തരാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരികയാണെങ്കിൽ ഈ പായസം തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠാവകാശം വിറ്റുകളയുക. കാരണം എനിക്ക് ജ്യേഷ്ഠാവകാശം വെച്ചോണ്ടിട്ട് എന്താ കാര്യം? എനിക്കിപ്പോ പായസം വേണ്ടത്, എനിക്കിപ്പോ ഭക്ഷിക്കാൻ ഭക്ഷണം വേണ്ടത്. പക്ഷെ ഏശാവ്
തന്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. അങ്ങനെ ജ്യേഷ്ഠാവകാശം കൊടുത്തു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജ്യേഷ്ഠാവകാശം ഏശാവ് കൊടുത്തത് കൊണ്ട് യാക്കോബ് ജ്യേഷ്ഠനാകത്തില്ല. ജ്യേഷ്ഠാവകാശം നിശ്ചയിക്കേണ്ടത് ഇസഹാക്ക്. ജ്യേഷ്ഠനായതുകൊണ്ട് ജ്യേഷ്ഠന്റെ അവകാശം ജ്യേഷ്ഠന് തന്നെ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇസഹാക്ക, അല്ലാതെ ഏശാവല്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇസഹാക്കിന്റെ കണ്ണു മങ്ങി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അവിടെ ഇസഹാക്ക് പ്ലാൻ ചെയ്യുകയാണ്. തന്റെ മക്കളെ അനുഗ്രഹിക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. അങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് രഹസ്യത്തിൽ ഏശാവിനോട് വിളിച്ചിട്ട് ഇസഹാക്ക് പറഞ്ഞു, നീ പോയി ഒരു നല്ല മൃഗത്തെ വേട്ടയാടി എനിക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകും, ഞാനത് കഴിച്ച് തൃപ്തി പ്രാപിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇത് ഇവന്റെ അമ്മ റെബേക്ക ഇത് കേട്ടു. ആരുടെ? യാക്കോബിന്റെ അമ്മ. ഇത് കേട്ടിട്ട് റെബേക്ക യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ മോനെ, നിന്റെ അപ്പൻ ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാനിരിക്കുക. അവൻ ജ്യേഷ്ഠാവകാശം നിനക്ക് തന്നതാ. ആര്? ഏശാവ് ജ്യേഷ്ഠാവകാശം നിനക്ക് തന്നതാ. പക്ഷെ അവൻ പിതാവിന്റെ തീരുമാനം അനുസരിച്ചല്ല, അവന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് തന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ വേഗം വസ്ത്രമൊക്കെ മാറി വേഗം വാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം. റെബേക്ക വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം പെട്ടെന്ന് തയ്യാറാക്കുകയും ഒരുക്കിക്കൊണ്ട് ഏശാവിന്റെ വസ്ത്രം ധരിച്ച് ഏശാവിന്റെ ശരീര പ്രകൃതമുള്ളവനായി ഏശാവിന്റെ പേരും പറഞ്ഞുകൊണ്ട് യാക്കോബ് ഇസഹാക്കിന്റെ അരികിൽ ചെല്ലുകയും ഇസഹാക്ക് യാക്കോബ് ഏശാവിന്റെ വസ്ത്രം ധരിച്ചതുകൊണ്ട് അടുത്ത് ചെന്ന് ചുംബിക്കാൻ പറഞ്ഞപ്പം ഏശാവിന്റെ വസ്ത്രത്തിന്റെ ഗന്ധം കൈ തൊട്ട് നോക്കിയപ്പോ ആടിന്റെ ആ തോല് ഇവന്റെ ദേഹത്ത് പൂന്നിരുന്നുകൊണ്ട് രോമം ഉണ്ടായിരുന്നവൻ. അപ്പൊ ശബ്ദം മാത്രം വ്യത്യാസം, മറ്റെല്ലാം തന്റെ മൂത്ത മകനെ പോലെ തന്നെ. അപ്പോഴത് ആ ഭക്ഷണം ഭക്ഷിച്ചിട്ട് ഇവൻ ഇസഹാക്ക് യാക്കോബിനെ ജ്യേഷ്ഠന് നൽകേണ്ട സകല അവകാശങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ജ്യേഷ്ഠന് നൽകേണ്ട സകല അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ഇവിടെ ഒന്ന്, ഇവന്റെ വാഗ്ദത്തത്തിന് വിരോധമായി പേര് വിരിട്ടു. രണ്ട്, വളർന്നു വന്നപ്പോൾ വാഗ്ദത്തത്തിന് വിപരീതമായ സ്വഭാവ പ്രകൃതമുള്ളതായിട്ട് യാക്കോബ് വളർന്നു വന്നു. മൂന്ന്, ഇവൻ സഹോദരങ്ങളെ വാഴുമെന്ന് ദൂതുണ്ടായിട്ട് അതിനെ മറന്ന് ഇസഹാക്ക് യാക്കോബിന് പകരം ഏശാവിനെ അനുഗ്രഹിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. എന്നാൽ ഇവിടെ ദൈവം ഇടപെട്ടു എന്ന് തന്നെ പറയാം. റെബേക്കയിലൂടെ ആ കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്ത് യാക്കോബിനെ ഏശാവിന്റെ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുപോയി നിർത്തി അവനെ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറി. അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയവനായ യാക്കോബ് പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഏശാവ് ഭീഷണിപ്പെടുത്തുക, ഞാൻ അവനെ കൊന്നുകളയും, കാരണം എന്നെ അവൻ ഉപായത്താൽ ചതിച്ചു, എന്റെ ജ്യേഷ്ഠാവകാശം അവൻ കൈപ്പറ്റി. ഇപ്പോൾ അവനെ എന്റെ അനുഗ്രഹവും എന്റെ പിതാവിൽ നിന്ന് വഞ്ചിച്ചെടുത്തിരിക്കുക, ഞാൻ അവനെ വെറുതെ വിടത്തില്ല, കൊല്ലുമെന്ന് ഏശാവ്. കാരണം ഏശാവാര വനസഞ്ചാരിയും വേട്ടയിൽ സമൃദ്ധന, കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും. പക്ഷെ അപ്പോ തന്നെ റെബേക്ക വളരെ പ്ലാൻഡ് ആയിട്ട് തന്റെ സഹോദരന്റെ അടുക്കിലേക്ക് യാക്കോബിനെ ഓടിച്ചു വിടുക. അപ്പൊ ഇവിടെ ജ്യേഷ്ഠാവകാശം പ്രാപിക്കേണ്ട യാക്കോബ്, അല്ലെങ്കിൽ സഹോദരനെ വാഴേണ്ട യാക്കോബ് ഉപായ എന്ന് പേര് ലഭിച്ചവനായി വാഴുന്നു. സ്വഭാവം കൊണ്ടും പ്രകൃതം കൊണ്ടും അവൻ സാമർഥ്യമില്ലാത്തവനായി മാറി. ജ്യേഷ്ഠൻ അനുഗ്രഹിച്ചെങ്കിലും
ജ്യേഷ്ഠാവകാശം കൊടുത്തെങ്കിലും അംഗീകരിക്കാത്ത ഇസഹാക്ക്. എന്നാൽ ഇപ്പോൾ ഉപായത്താൽ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിലും ആ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, അതിനെ അനുഭവിക്കാൻ കഴിയാതെ ദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വരുന്നവനായി യാക്കോബ്. അങ്ങനെ അവിടുന്ന് ഓടിപ്പോകുന്നവനായ യാക്കോബിനെ ദൈവം അവന്റെ യാത്രാമധ്യേ അവനെ പിടിച്ചു നിർത്തിയിട്ട് അവനോട് പറഞ്ഞൊരു കാര്യമാണ്. ബഥേലിൽ വെച്ച് അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കണം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തേക്ക് നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ചോദ്യം എനിക്ക്. ദൈവം എന്താണ് യാക്കോബിനോട് അരുളി ചെയ്തത്? യാക്കോബിന്റെ ഇതുവരെ ദൈവം സംസാരിച്ചില്ല. ആദ്യമായിട്ട് യാക്കോബിന്റെ ദൈവമായിട്ടൊരു എൻകൗണ്ടർ. പക്ഷേ ദൈവം പറയുക, ഞാൻ റെബേക്കയോട് പറഞ്ഞെന്നേ ഉള്ളൂ, പക്ഷേ അത് നിന്നോടുള്ള ദൂതായിരുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നതിനോട് ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകർന്ന് തരിപ്പണമായ എല്ലാ വാതിലുകളും അടഞ്ഞ് ഒരു സ്വന്തമായ ഒരു വീടില്ല, ശുശ്രൂഷിക്കാനായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോയിട്ട് അതിൽ ഒരു ഫലകരമായി ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല, ബിസിനസ്സിൽ ശ്രമിച്ചിട്ട് എനിക്ക് ബെസ്റ്റ് ആകാൻ പറ്റുന്നില്ല, പഠിച്ചിട്ടും എനിക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റുന്നില്ല, ഞാൻ കഴിക്കാവുന്ന അത്രയും മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം സൗഖ്യമാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായെങ്കിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 1:20 പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അത് മുഴുവൻ ക്രിസ്തുയേശുവിൽ ഉവ്വെന്നാണ്, ആമേനെന്ന ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന നന്മ നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തിനെ മായ്ച്ചു കളഞ്ഞു. യെസ്, അതെ, യോസഫിന്റെ ജീവിതത്തിനകത്ത് അവൻ അടിമത്വത്തിന്റെ വേദന നിറഞ്ഞ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ തടവറയിലേക്ക് അവൻ എടുത്തെറിയപ്പെട്ടു. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് there is no more chance for ജോസഫിന് ഒരു സാധ്യതയില്ല. അവിടുത്തെ നിയമം അങ്ങനെ. കാരണം അവൻ പിടിക്കപ്പെട്ടത് അത്രയും വലിയൊരു പാതകത്തിനാണ്. അവൻ ചെയ്തിട്ടല്ല, കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുക. പക്ഷേ ദൈവം അവനെ നീതിമാനായിട്ട് കണ്ടെടുത്തോളും. യെസ്, വചനം പറഞ്ഞതുപോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർക്കും എതിരെ നിൽക്കാൻ സാധ്യമല്ല. ആ യോസഫിനെ അവന് വിരോധമായി എഴുതിയ കൈയെഴുത്ത് മായ്ച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടാനായിട്ട് പ്രമാണം. പക്ഷേ ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി. ആ എഴുത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ആ എഴുത്തിന്, ആ അധികാരത്തിന് അവന്റെ മേൽ അവകാശമില്ലാതാക്കിയ ദൈവം തീക്കകത്തിട്ട് കളയണമെന്ന് നിയമം നിലനിൽക്കെ ശദ്രക്കിനും മേശക്കിനും ആബേദ്നെഗോയും തീക്കകത്തിട്ടിട്ടും ആമേൻ അവർ വേഗാതവണ്ണം സൂക്ഷിച്ചവനായ ദൈവം. മൊർദെഖായിയുടെ കാലത്ത് ആ ജനത്തിന് വിരോധമായി കൽപ്പന എഴുതിയിട്ടും ആമേൻ അതിനെ വീറ്റോ ചെയ്യുന്ന മറ്റൊന്ന്, അതേ ഹല്ലേലൂയ, ആ ഹാമാന് വിരോധമായി എഴുതാനായിട്ട് മൊർദെഖായിയെ പൊസിഷൻ ചെയ്തവനായ ദൈവം. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ ഹല്ലേലൂയ, നീ ഏത് വിഷയത്തിലാണോ ഭയപ്പെടുന്നത് ആ മേഖല നീ കൈകാര്യം ചെയ്യുന്ന പോലെ, അതെ ഹല്ലേലൂയ, ഏത് തടവറയ്ക്കകത്ത് യോസഫ് കിടന്നോ അതേ തടവറ ഇപ്പൊ യോസഫിന്റെ കൺട്രോളിന് കീഴില്ല. ഏത് പാലസിനകത്ത്, ഏത് കൊട്ടാരത്തിൽ നിന്ന് ഭയന്നോടിയോ ദാവീദ്, അതേ കൊട്ടാരത്തിൽ അധികാരിയാണെന്ന് ദാവീദ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിന് നമ്മൾ തോറ്റോടിയ സ്ഥലമില്ലേ, അത് നമ്മുടെ ഹല്ലേലൂയ, അത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്. അത് നമ്മുടെ പടവുകൾ, നമ്മുടെ ഉയർച്ചയുടെ സ്ഥലം. അത് ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നിനെ ചൊല്ലിയും ഭയപ്പെടേണ്ട, തളരരുത്, ധൈര്യത്തോടെ യെസ് മൈ ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, എന്റെ ദൈവം വിശ്വസ്തനാണ്,
എൻ്റെ ദൈവം വിശ്വസ്തന, എൻ്റെ ദൈവം വിശ്വസ്തന. ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഒട്ടും ഒരല്പം പോലും നിങ്ങൾ എടുത്തു കളയരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയരുത് ആ ബോധ്യത്തെ. യെസ്, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തന, ദൈവം വിശ്വസ്തന, ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ യാക്കോബിനോട് റെബേക്കയോട് പറഞ്ഞതാ. പക്ഷെ ഇവിടെ പറയും, ഞാൻ നിന്നോട് പറഞ്ഞ പോലെ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലല്ല, ആ പ്രവാചകനല്ല പറഞ്ഞത്. നിങ്ങൾ ബൈബിൾ വായിച്ച പെട്ടെന്ന് ഈ പുസ്തകത്തിലെ എഴുത്തുകളല്ല നിങ്ങളോട് പറഞ്ഞത്. ഇതിന്റെ പുറകിൽ ആമേൻ ഒരുവനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാൻ ആമേൻ കാത്തിരിക്കുന്ന, ഹൃദയം കൊണ്ട് അതിന് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ട്. യെസ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ യാക്കോബ് ലാബാന്റെ അവിടെ ചെന്നു. 10 വട്ടം അവന്റെ പ്രതിഫലം മാറ്റി. ചിന്തിച്ചു നോക്കിക്കേ. അവിടെ ചെന്നപ്പോഴ് അവന് റാഹേലിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ റാഹേലിനെയും ലേയും രണ്ടുപേരെയും വിവാഹം കഴിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി. പക്ഷെ രണ്ടുപേരെയും വിവാഹം കഴിച്ചു. അവിടെ കൊണ്ട് അതൊരു പക്ഷെ ലാബാൻ ദോഷത്തിന് ചിന്തിച്ചത്. പക്ഷെ ദൈവം അവിടെ നിന്ന് 12 ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കത്തക്കവണ്ണം, 12 ഗോത്ര പിതാക്കന്മാരുടെ പിതാവെന്ന നിലയിൽ യാക്കോബിനെ മാറ്റത്തക്കവണ്ണം ലാബാൻ ചതിച്ചതിനെ പോലും ദൈവം അതിനെ ഒരു അവസരമാക്കി മാറ്റിയെങ്കിൽ പിന്നത്തെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. ലാബാൻ അവന്റെ പ്രതിഫലം മുഴുവൻ മാറ്റിക്കളഞ്ഞു. പ്രതിഫലം മുഴുവൻ മാറ്റിയപ്പം ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 30-ാം അധ്യായത്തില് ഹല്ലേലൂയ ആമേൻ യാക്കോബോടൊന്ന് പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ ലാബാൻ ചെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യമായിരിക്കും. 30-ാം വാക്യത്തിൽ യാക്കോബ് ലാബാനോട് പറയുക, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. യാക്കോബ് പറയുക. എന്നാൽ അവിടെ മുതൽ യാക്കോബിന്റെ പ്രതിഫലവും യാക്കോബിൻ്റെതും ലാബാന്റെതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം. അവിടെ പിന്നെ കാണുന്ന ഒരു കാര്യം, 42-ാം വാക്യം, ബലമില്ലാത്ത ആടുകൾ ചെനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യാക്കോബിനെ പിന്നത്തതിൽ നമ്മൾ കാണുന്നത് അവിടുന്ന് ഓടിപ്പോകുന്ന യാക്കോബ്, തന്റെ പിതൃഭവനത്തിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബ്. അവിടെ ആ യാക്കോബിനെ പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാ, അവൻ ലാബാൻ കൊല്ലാൻ എന്ന വണ്ണം എഴുന്നേറ്റ് വരിക. പക്ഷേ കർത്താവ് പറഞ്ഞു, ലാബാനോട് പറഞ്ഞു, തൊട്ടുപോകരുത്, ഞാൻ അവനോട് അരുൾ ചെയ്തതാണ്, തിരിച്ച് പിതാവിന്റെ ദേശത്ത് കൊണ്ടുപോകുന്നു. അവൻ ബേഥേലിൽ വെച്ച് ഞാൻ ഒരു പ്രോമിസ് ചെയ്തതാ, ലാബാൻ നീ തൊട്ടുപോകരുത്, ബിക്കോസ് മൈ പ്രോമിസ് ഈസ് ഓൺ ഹിം. ഞാൻ ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ നിങ്ങളുടെ ചുറ്റുപാടുകൾ എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും നിങ്ങളുടെ മേൽ ഒരു പ്രോമിസ് ഉള്ളത് കൊണ്ട് കർത്താവ് ചില കരങ്ങളെ പിടിച്ചിട്ട് പറയും, തൊട്ടുപോകരുത്. നിങ്ങൾക്ക് വിരോധമായി എഴുതിയ ചിലതിനെ മായ്ച്ചു കളഞ്ഞിട്ട് പറയും, ഇത് അവന് വിരോധമായി എടുത്തു പോകരുത്, ഈ ഒരു വാക്ക് അവന് വിരോധം മിണ്ടിപ്പോകരുത്. ഹല്ലേലൂയ. ചിലതിനെ നിശബ്ദമാക്കുന്ന, ചിലതിനെ നിർവീര്യമാക്കുന്ന, യെസ് ഹല്ലേലൂയ ആമേൻ, ചിലതിന്റെ ബലത്തെ അധികാരത്തെ ഇല്ലാതാക്കി നിർവീര്യമാക്കി ഹല്ലേലൂയ നിനക്ക് വേണ്ടി അത്ഭുത വാതിലുകളെ, ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളുടെയും നന്മ നിനക്ക് വേണ്ടി തരാനായിട്ട് ആമേൻ അവൻ മുമ്പേ പോയി ഇരുമ്പോളാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ കണ്ണിച്ച്, ഇരുമ്പോളാമ്പലുകളെ കണ്ണിച്ച് താമ്രവാതിലുകളെ തുറന്ന് നിനക്ക് വേണ്ടി ചിലതിനെ കർത്താവ് ഒരുക്കുന്ന ദൈവമായ എൻ്റെ ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ യാക്കോബ് തിരിച്ചു ആമേൻ ഹല്ലേലൂയ ലാബാന് തൊടാൻ പറ്റിയില്ല. യാക്കോബ് വർദ്ധിച്ചു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് വർദ്ധിച്ചിട്ട് പിന്നത്തതിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. യേശാവും കൂടെ ഒരേ സ്ഥലത്ത് താമസിക്കുക. ആമേൻ. എന്നാൽ സംഭവിച്ച കാര്യം ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തില് 6-ാം വാക്യം, എന്നാൽ യേശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളും സകല മൃഗത്തെയും കാനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്തുനിന്ന് ദൂരദേശത്തേക്ക് പോയി. ഇപ്പോൾ ആര് അവിടെ ആളായിട്ട് മാറി? യാക്കോബ്. ഹല്ലേലൂയ. യാക്കോബ് വാഴുന്നവനായിട്ട് മാറി. ഈ ഏശാവ് ഒരിക്കൽ ഭീഷണിപ്പെടുത്തി ഓടിച്ചതാ. എന്നാൽ ഇവിടെ ദാണ്ടെ വീണ്ടും കർത്താവ് യാക്കോബിനെ കൊണ്ടുവന്ന് അവിടെ യെസ് ആമേൻ ബേഥേലിൽ വെച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ ദൈവമാണ്,
നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ്. അതെ, ലാബാനോട് യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പിതാവായ യാക്കോബിന്റെയും എന്റെ പിതാവായ ഇസഹാക്കിന്റെയും എന്റെ പിതാവായ അബ്രഹാമിന്റെയും ഭയമായവൻ അവനാണ് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത് എന്ന് യാക്കോബോട് പറയുമ്പോൾ, മോശയോട് ഹോരേബിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, യാക്കോബിനോട് പറഞ്ഞ പൊസിഷനിൽ യാക്കോബിനെ എത്തിച്ചു. അതെ, നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ വിളിക്കെതിരാണോ? നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടരുത്. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവനെങ്കിലേക്ക് നോക്കുക, അവന് തികപ്പാൻ ശക്തനാണ്. യെസ്, ചുറ്റുപാടുകളെ അവഗണിച്ച് വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് അത്ഭുതം എന്ന് സംഭവിക്കാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്, നിങ്ങളൊന്ന് വിശ്വസിച്ച് നിങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് നിവൃത്തിയാവുമെന്ന് വിശ്വസിച്ച് ഇപ്പോൾ അത് സംഭവിക്കാൻ പോകും. യെസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവ് എന്നെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ട സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കുന്ന ദൈവകരം ഇപ്പോൾ തന്നെ കർത്താവെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഈ ഒരു അസാധാരണ സന്ദേശമായിട്ട് അതേ കർത്താവെ, ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ജീവിതം സ്പർശിക്കുന്ന ദൂതായിട്ട് ഈ ദൂത് ഹല്ലേലൂയ ചലിക്കട്ടെ. കുടുംബങ്ങൾ തൊടപ്പെടട്ടെ, വ്യക്തികൾ തൊടപ്പെടട്ടെ. ഹല്ലേലൂയ, നിരാശപ്പെട്ട് ശുശ്രൂഷ വിട്ട് പിന്മാറി, ക്രിസ്തീയ ജീവിതം വിട്ട് പിന്മാറി, ആത്മീയ ജീവിതത്തിൽ നിന്ന് പിന്മാറി, എല്ലാ വാതിലുകൾ അടഞ്ഞപ്പോൾ, നിരാശ വന്നപ്പോൾ, ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ വന്നപ്പോൾ, സാഹചര്യങ്ങളെല്ലാം എതിരായപ്പോൾ മടുത്ത് പിറുപിറുത്ത് ജീവിതത്തിൽ തന്നെ മടുത്തു, മാനസിക സംഘർഷങ്ങളിൽ കൂടെയായി, മാനസിക രോഗിയായി, ജീവിതത്തിനകത്ത് ശാരീരികമായ രോഗിയായി, എല്ലാ വാതിലുകളും അടഞ്ഞ് തളർന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ അകത്ത് ക്രിസ്തു യേശു മുഖാന്തരമുള്ള ജീവനും അഭിഷേകവും ശക്തിയും കൃപയും ഇപ്പോൾ ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അസാധാരണ വാതിലുകൾ കർത്താവേ ഈ വരുന്ന ചില ദിവസങ്ങളുള്ളിൽ കർത്താവേ അപ്രതീക്ഷിതമായ ചില ഉറവുകളുടെ തുറന്നു വരട്ടെ. ദാവീദിനു വേണ്ടി വലിയ സമൃദ്ധിയുടെ വഴി തുറന്നവനായ ദൈവം, അബ്രഹാമിനെ ഏറ്റവും സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നവനായ ദൈവം, ശലോമോൻ ഏറ്റവും സമ്പന്ന നിലയിലേക്ക് കൊണ്ടുവന്നവനായ ദൈവം. ഹല്ലേലൂയ, ആവശ്യമുള്ളതിനെ നൽകി മാനിക്കുന്ന കർത്താവ്. സൂപ്പർ നാച്ചുറലായ നിലയിൽ മറ്റുള്ളവർ കണ്ടു വിസ്മയിക്കത്തക്കണം. അതെ, ഇത് യഹോവയിൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്കവണ്ണമുള്ളതായ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളെ, ഗുപ്ത നിധികളെയും കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കാനുള്ള അവസ്ഥകളെ മാറ്റുന്നതിനായ സ്തോത്രം. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ വന്ന സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഓരോരുത്തരും ഉണ്ടാകട്ടെ. കർത്താവ് തൊട്ടതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ തികച്ചിരിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ഭയപ്പെടേണ്ട, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.